അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന നാട്ടിൽ ധാരാളക്കണക്കായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്, പാലങ്ങളുണ്ട്, പലതരം നിർമ്മിതികളുണ്ട്. ചില കെട്ടിടങ്ങളെ ലോകാത്ഭുതങ്ങൾ എന്നടയാളപ്പെടുത്തി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ആ വിസ്മയകരമായ കെട്ടിടങ്ങളുടെ ഏറ്റവും പുറമേക്കുള്ള പാളിയും അതിൻ്റെ ചിത്രപ്പണികളും അതിൻ്റെ ചുവരുകളുടെ പ്രത്യേകതയുമൊക്കെയാണല്ലോ നാം കാണാറുള്ളത്. എന്നാൽ ആ ലോകാത്ഭുതങ്ങളായ കെട്ടിടങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഒരു ഫോട്ടോയിലും പതിഞ്ഞിട്ടില്ലാത്ത, ആരോരും കണ്ടിട്ടില്ലാത്ത, ഒരു സഞ്ചാരിയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത അതിൻ്റെ അടിത്തറയും മണ്ണിനടിയിൽ ആണ്ടുകിടക്കുന്ന ഭാഗങ്ങളും ഉണ്ട്. ആ അടിത്തറയും മണ്ണിലാണ്ട് കിടക്കുന്ന ഭാഗങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഈ സുന്ദരമായ കെട്ടിടം അങ്ങനെ നിലനിൽക്കുന്നത്. ആ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനുവേണ്ടി ചെലവഴിച്ച ധാരാളം വസ്തുക്കൾ ഉണ്ട്. കല്ലുണ്ട്, മണലുണ്ട്, സിമൻ്റുണ്ട്. അതൊക്കെയും ചേർത്തൊരു മിശ്രിതമാക്കുമ്പോൾ അതിലുപയോഗിച്ച വെള്ളമുണ്ട്. അതൊന്നും പിന്നീട് ആരും കാണുന്നില്ല, അതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ആ വെള്ളത്തിൻ്റെ അഭാവത്തിൽ ആ കെട്ടിടം അങ്ങനെ പടുത്തുയർത്താൻ സാധിക്കുമായിരുന്നില്ല. അവിടെ ഉപയോഗിച്ച മണലിൻ്റെയും സിമൻറ്റിൻ്റെയും അഭാവത്തിൽ ആ കെട്ടിടത്തെ നിലനിർത്താൻ കഴിയില്ല. ആരും ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് അതൊന്നും അപ്രസക്തമാണ് എന്ന് വരുന്നില്ല. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഒരുപക്ഷെ എപ്പോഴും വിസിബിളാവാത്ത ഒരുപാട് പേരുണ്ട്. അവർ രംഗത്തേക്ക് വരുന്നില്ല, മുൻനിരയിൽ അവരെ കാണുന്നില്ല, ഒരു ഫോട്ടോയിലും അവർ പതിയുന്നില്ല. പക്ഷേ അവരുടെ കൂടി നിലനിൽപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സുന്ദരമായി മുന്നോട്ട് വരാൻ കഴിയുമായിരുന്നില്ല. നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ സംഘടനക്ക്, നമ്മുടെ കുടുംബത്തിന് നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഈ സ്ഥാപനത്തെ, കുടുംബത്തെ ഒക്കെ നിലനിർത്തുന്ന, പിന്നണിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർമ്മിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയണം. അത് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടുന്ന ഒരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നീതിബോധം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.